بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما خلق بالخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഖിയാനത്തുൽ അമാനത്തി എന്ന ആശയം വരുന്ന 21ാമത്തെ ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ധാരാളം ഇടങ്ങളിൽ കേട്ട വളരെ ഗൗരവമുള്ള സമകാലീന പ്രാധാന്യമുള്ള ഏത് സമൂഹവും എപ്പോഴും കേട്ടാൽ അംഗീകരിക്കുന്ന, മതമുള്ളവനും മതമില്ലാത്തവനും മതത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ആർക്കും ഉൾക്കൊള്ളാവുന്ന ആശയമാണ് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഹദസന സുലൈമാനു അബു റബീഇ ഖാല ഹദസന ഇസ്മായിൽ ബിൻ ജഅഫർ ഖാല ഹദസന നാഫിഉ ബിൻ മാലിക് ബിൻ അബി ആമിർ അബു സുഹൈൽ അൻ അബീഹി عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപട വിശ്വാസിയുടെ അടയാളം സലാസുൻ, 3 അതായത് ഇദാ ഹദ്ദസ, അവൻ വല്ലതും പറയുകയാണെങ്കിൽ, കദബ, അവൻ കളവു പറയും. സംസാരത്തിൽ കളവു വരും, വാർത്ത അറിയിക്കുന്നതിൽ കളവു വരും, എഴുതുന്നതിലും പ്രസംഗിക്കുന്നതിലും കളവ് പറയും, കമൻ്റ് പറയുന്നതിലും പോസ്റ്റർ ഉണ്ടാക്കുന്നതിലും സാക്ഷി നിൽക്കുന്നതിലും സാക്ഷി കൂറുമാറുന്നതിലും വിശദീകരിക്കുന്നതിലും വിശകലനങ്ങളിലുമൊക്കെ കളവ് പറയുന്നവനാണ് കപടവിശ്വാസി. വഇദാ വഅദ, വാഗ്ദത്തം ചെയ്താൽ അഖ്ലഫ, ലംഘിക്കും. മെസ്സേജ് നോക്കാമെന്ന് പറയും, നോക്കില്ല. തരാമെന്ന് പറയും, തരില്ല. പറയില്ല എന്ന് പറയും, പറയും എന്ന് പറയും, പറയില്ല. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഇന്ന് ബ്രീക്ക് ചെയ്യുന്നുണ്ടോ, വാഗ്ദാനം തന്നാൽ അത് ബ്രീക്ക് ചെയ്യുന്നുണ്ടോ, സൈൻ ചെയ്തിട്ട് അതിന് അനുകൂലമല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ, സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതിന് വിപരീതമായി വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവനാണ് എന്ന് ധ്വനിപ്പിക്കുന്നു, ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, അവൻ മുനാഫിഖാണ്. വഇദ ഉതുമിന ഖാന, വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചന കാണിക്കും. അവനെ വിശ്വസിക്കുന്നു, അവനെ പ്രതീക്ഷിക്കുന്നു, അവൻ നൽകുമെന്ന് ഉറപ്പാക്കുന്നു, അവൻ ആ ഭാഗത്ത് അവൻ്റെതായ അടയാളപ്പെടുത്തലുകൾ അവൻ ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചു പോകുന്നു. പക്ഷേ അവൻ വഞ്ചന കാണിക്കുന്നു, അവൻ കപട വിശ്വാസിയാണ്. ഹബീബായ തങ്ങൾ അപ്രകാരം അതിനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നിഫാഖ് വിശ്വാസപരമായ ഒന്നാണ്, അത് പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് ഹബീബായ തങ്ങൾ അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നു. റവാൽ ബുഖാരിയു, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ് അതിലുള്ളത്. ഈ ഒരു ഹദീസിൻ്റെ വായന എത്രത്തോളം ഇന്ന് മീഡിയകളിൽ നമുക്ക് കാണാൻ പറ്റും, രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ മറ്റു കൂട്ടമായ പ്രവർത്തനങ്ങളിൽ, സംഘടനകളിലൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, ഇതിൽ നാം ചിലരെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളായി നമ്മൾ കണ്ട് നമ്മൾ മാറാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നതാണ്. അള്ളാഹു ജല്ല ജലാലുഹു മുനാഫിഖിന് എല്ലാ അടയാളത്തിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിരക്കു പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾക്കിടയിൽ, സമയമില്ലാത്ത നെട്ടോട്ടങ്ങൾക്കിടയിൽ നാം നൽകുന്ന വാഗ്ദാനങ്ങൾ നമുക്കു തന്നെ അടയാളം നിശ്ചയിക്കുന്ന സാഹചര്യം അപകടകരമാണെന്ന് ഞാൻ എന്നോടും നാം നമ്മോടും തന്നെ സംസാരിക്കാം. എത്രയോ കൊടുത്ത വാക്കുകൾ അപ്പോൾ നടക്കേണ്ട കാര്യങ്ങളുടെ തീവ്രത കൊണ്ട് പിന്നീട് ചെയ്യാം, ഞാൻ ചെയ്തു തരാം, പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നമ്മോട് വഞ്ചന കാണിച്ച എത്രയോ സംഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമുക്ക് പറഞ്ഞു തരും. അതിലൊരുവനാണ് നാമും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
അടുത്തത് ഹദീസ് 22. ഈദാവുൽ ഗൈർ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ. حدثنا آدم بن أبي إياس قال حدثنا شعبة عن عبد الله بن أبي السفر وإسماعيل بن أبي خالد عن الشعبي عن عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال, അവിടുന്ന് പറഞ്ഞു, അൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിം മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മറ്റു മുസ്ലിമുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മിൻ ലിസാനിഹി അവൻ്റെ നാവിൽ നിന്ന്, നാവുകൊണ്ട് അവൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, വയദിഹി അവൻ്റെ കൈ കൊണ്ട്, അക്രമം കൊണ്ട്, ടൈപ്പ് ചെയ്തുകൊണ്ട്, പേന പിടിച്ചുകൊണ്ട്, എഴുതിക്കൊണ്ട്, പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട്, അവൻ്റെ കൈ കൊണ്ടും അവൻ്റെ നാവ് കൊണ്ടും തേജോവധം ചെയ്യുന്നില്ല, ശാരീരികമായ വധം ചെയ്യുന്നില്ല, ശാരീരികമായ അക്രമം ചെയ്യുന്നില്ല, അഭിമാനക്ഷതമേൽപ്പിക്കുന്നില്ല. ഈ വക കാര്യങ്ങളിൽ നിന്ന് മറ്റ് മുസ്ലിമീങ്ങൾ ഒഴിവാകുന്നുണ്ടോ? നാം എത്രയോ ഗാഢമായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, സംഘടനയിൽ പിടിച്ച കൊടിയുടെ വർണ്ണ വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് അപരൻ്റെ പച്ചമാംസം കുത്തിവലിക്കുന്ന സമകാലീന സാഹചര്യത്തിൽ നാം അടിസ്ഥാനപരമായി നാം മുസ്ലിങ്ങളാണോ? നമ്മളാൽ മറ്റുള്ളവർ രക്ഷപ്പെടുന്നില്ലേ? നമ്മുടെ പേനയിൽ, നമ്മുടെ വായയിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ, നമ്മുടെ കമൻറ്റുകളുടെ പൊലിവുകളിൽ മറ്റു മുസ്ലിമിൻ്റെ മാനത്തിനോ അവൻ്റെ വ്യക്തിത്വത്തിനോ കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ നാം ആരാണ്? മുസ്ലിങ്ങൾ തന്നെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ ഉണർത്തിയതാണ്. ശേഷം കാണാം അൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ഹജറ അവൻ വെടിഞ്ഞു, മാനഹല്ലാഹു അൻ അള്ളാഹു അവനെ തൊട്ട് വിരോധിച്ചതിനെ വിട്ടുനിന്നവനാണ് മുഹാജിർ എന്നൊരു. മുഹാജിറുകളും അൻസ്വാരികളും എന്ന് പറയുന്നവരെ മക്കയിൽ നിന്ന് എല്ലാം സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട്, വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട്, തിരുനബി കാണിച്ച ദിശയിലേക്ക്, അബ്സീനിയയിലേക്ക്, പരിശുദ്ധ മദീനയിലേക്ക് പലായനം നടത്തിയ, ജനിച്ച നാടും മണ്ണും ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തെ മാത്രം മുന്നിൽ വെച്ച് സഞ്ചരിച്ച, ഖുർആൻ പലതവണ പേരെടുത്തു പറഞ്ഞു പ്രോത്സാഹിപ്പിച്ച, സ്വർഗം വാഗ്ദാനം ചെയ്ത മുഹാജിറുകളുണ്ട്. ആ മുഹാജിറുകളുടെ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ്, മാനഹല്ലാഹു അൻഹു, അള്ളാഹു നെഹി ചെയ്തതിന് വെടിഞ്ഞ ആളുകൾ. അപ്പം നമ്മളൊക്കെ മുഹാജിറുകളാണ്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് നമ്മൾ തടഞ്ഞു നിന്ന് ഇഷ്ടമുള്ള ഭോജനം ഒഴിവാക്കി, ഇഷ്ടപാനീയങ്ങൾ ഒഴിവാക്കി, ഇഷ്ട സൗഹൃദങ്ങൾ ഒഴിവാക്കി, ഇഷ്ടപ്രണയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശരീരം ഇച്ഛിക്കുന്ന ചില ദുർനടപ്പുകളെ വെടിഞ്ഞുകൊണ്ട് മൻഹിയാത്തുകളിൽ നിന്ന് വിമോചനം നാം നമുക്ക് തന്നെ നൽകി നമ്മെ മറ്റൊന്നാക്കി മാറ്റി നാം മുഹാജിറുകളാണ്. അല്ലാഹു ജല്ല ജലാലുഹു അത്തരത്തിൽ ഭാഗ്യവാന്മാരായ മുഹാജിറുകളിലും ഭാഗ്യവാന്മാരായ മുസ്ലിമുകളിലുമൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിലെ 2 ഹദീസുകൾ, ഹദീസ് നമ്പർ 21 ഹദീസ് നമ്പർ 22, വിശ്വാസവും മറ്റുള്ളവർക്ക് നൽകിയ പ്രതീക്ഷകളും വാക്കുകളും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. അതിൽ കപടത കടന്നുകൂടാൻ പാടില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏതു കാല സാഹചര്യത്തിൽ ജീവിച്ചാലും സംവിധാനങ്ങൾ നന്മ ചെയ്യാനുള്ള മാർഗം പോലെ തന്നെ തീവ്രമായ രീതിയിൽ, ആയാസകരമായ രീതിയിൽ തിന്മ ചെയ്യാനുമുള്ളതാണെന്ന് നമുക്ക് പറയാം. ഒരാളുടെ കുറ്റം അയാൾ അറിയുന്നതിന് മുമ്പേ നാട്ടുകാരറിഞ്ഞ് തിരുത്താൻ കഴിയാത്ത വിധം മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിക്കാൻ പഴുതു നൽകുന്നതിൻ്റെ മുമ്പേ ആയിരങ്ങളുടെ ചെവിയിലേക്കും ആയിരങ്ങളുടെ ഗാലറിയിലേക്കും
അവരിൽ നിന്ന് അവർക്കു കീഴിലുള്ള ആയിരങ്ങളിലേക്കും എത്രയോ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ ഇന്നുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മാനവും തകരാതെ വിശ്വാസ്യതയും പരസ്പരമുള്ള തിരിച്ചറിയലുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിശ്വാസിയും കപടനുമല്ലാതെ ജീവിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ 2 ഹദീസ് നമ്മൾ പറഞ്ഞതും കേട്ടതും അതിനുതകുന്നതായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.